വർദ്ധിച്ചുവരുന്ന ആഗോളതാപന ആവാസ വ്യവസ്ഥയെ പുനർനിർമ്മിക്കുമ്പോൾ ഫംഗസ് രോഗകാരികൾ പുതിയ പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്പിലുടനീളം അതിവേഗം പടരുന്നു. ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ഗുരുതരമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. നിർണായകമായ കാലാവസ്ഥാ നടപടികളില്ലെങ്കിൽ അനന്തരഫലം ഭയാനകമായിരിക്കും. ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫംഗസുകൾ പാരിസ്ഥിതിക മാറ്റങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടുന്നു. ഉയർന്ന താപനില ദോഷകരമായ ഫംഗസുകളുടെ വ്യാപനത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് അടുത്തിടെ നടത്തിയ ഒരു പഠനം കാണിക്കുന്നു. പ്രത്യേകിച്ച് യൂറോപ്പിന് ആശങ്കാജനകമായ ഫലങ്ങളാണ് പഠനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. വിളനാശം മുതൽ മാരകമായ ശ്വാസകോശ അണുബാധകൾ വരെ ഈ രോഗകാരികളുടെ പ്രവചിക്കപ്പെട്ട വ്യാപനം ആരോഗ്യ സംവിധാനങ്ങളെയും സമ്പദ് വ്യവസ്ഥകളെയും പുനർനിർമ്മിച്ചേക്കാം. ഫോസിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിന് അർത്ഥവത്തായ നടപടികളൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ 2040 ആകുമ്പോഴേക്കും യൂറോപ്പിൽ ഫംഗസ് അണുബാധകൾ വർദ്ധിക്കുമെന്നും ഒരു പുതിയ ഗവേഷണം കാണിക്കുന്നു. വായുവിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കുന്ന ഫംഗസ് ബീജങ്ങൾ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ അതിവേഗം വളരും. ആസ്പെർജില്ലസ് ഫ്ലാവസ് എന്ന ഫംഗസിന് അതിന്റെ വ്യാപ്തി 16% വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതൊരു 1 ലക്ഷം ആളുകളെ കൂടി അണുബാധയ്ക്ക് വിധേയരാക്കും. ഇത് വിളകളെയും ആക്രമിക്കുകയും ഭക്ഷ്യവിതരണത്തെ പോലും അപകടത്തിലാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.